അമേരിക്കൻ സൈനികരും ഫ്രാൻസ് സൈനികരും ഒരേ സ്ഥലത്താണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യം താമസിക്കുന്ന അതേ സ്ഥലത്ത് റഷ്യൻ സൈന്യവുമുണ്ട്. ഈ രണ്ടുപേരും, അമേരിക്കൻ പട്ടാളവും റഷ്യൻ പട്ടാളവും, ഒരേ എയർബേസിലാണ് താമസിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഞാൻ പറഞ്ഞതും ശരിയാണ്. റഷ്യൻ സൈനികരും അമേരിക്കൻ സൈന്യവും ഇപ്പോൾ നൈജറിലെ ഒരു എയർബേസിലാണ് താമസിക്കുന്നത്. താമസിയാതെ റഷ്യൻ സൈന്യം ആ താവളം ഏറ്റെടുക്കാൻ തുടങ്ങും. അമേരിക്കയുടെ വീഴ്ച ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആരംഭിച്ചു തുടങ്ങി. ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി തന്നെ കാണാം. ഒന്നാമതായി ആഫ്രിക്കൻ ഭൂഖണ്ഡം. ലോകത്തെ നോക്കിയാൽ ഒരു ഭൂഖണ്ഡം ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരു വലിയ ഭൂഖണ്ഡമാണെങ്കിൽ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നന്നായി അറിയാം. മറ്റൊന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രകൃതി വിഭവങ്ങൾ സമൃദ്ധമാണ്. സ്വർണം നിറഞ്ഞ ഒരു പ്രദേശമാണെന്ന് പറയാം. ഉദാഹരണത്തിന് ആഫ്രിക്കൻ വജ്രത്തിനും ആഫ്രിക്കൻ സ്വർണത്തിനുമായി പ്രത്യേക ഒരു മാർക്കറ്റ് തന്നെ ഉണ്ട്. ധാരാളം ധാതു ലവണങ്ങളുള്ള ഒരു നാട്. എന്നാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡമെന്നോ ആഫ്രിക്കയെന്നോ പറയുമ്പോൾ നാം എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം, ഏറെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സ്ഥലം, തീവ്രവാദികൾ ധാരാളമുള്ള സ്ഥലം, പട്ടിണിയും ദാരിദ്ര്യവും ഏറെയുള്ള സ്ഥലം, കൂടാതെ വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ നമ്മൾ ഇതുപോലെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് അവർ നമ്മളെ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും ശാശ്വതമായ കാര്യമല്ല. ആഫ്രിക്കൻ ഭൂഖണ്ഡം ക്രമേണ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും മുക്തി നേടും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ ആഫ്രിക്ക ഒരു പ്രത്യേക ഭൂഖണ്ഡമാണ്, അല്ലേ? അവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ അതിന് ചരിത്രത്തിന്റെ പിന്നിലേക്ക് പോകണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അക്കാലത്ത് വൻ ശക്തികളായിരുന്ന ഇംഗ്ലണ്ട്, ജപ്പാൻ, ജർമ്മനി ഇവർ തകർന്നു. ഈ രാജ്യങ്ങളെല്ലാം വീണതിനു ശേഷം ഒരു പ്രത്യേക സർക്കാരായി ഒരു ഭാഗത്ത് അമേരിക്കയും മറ്റൊരു ഭാഗത്ത് സോവിയറ്റ് റഷ്യയും, ഇങ്ങനെ രണ്ട് മഹത്തായ രാജ്യങ്ങൾ വളരാൻ തുടങ്ങി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയൊരു രാജ്യമാണ്. അവർക്ക് കുറച്ച് പ്രകൃതി വിഭവങ്ങളുണ്ട്, എങ്കിലും ധാരാളമൊന്നുമില്ല. അവരുടെ ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരു ലോക ശക്തി എന്ന നിലയിലുള്ള ആധിപത്യം അവർക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഈ സമയം അമേരിക്കയ്ക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, നമുക്ക് വേണ്ടത്ര പ്രകൃതി വിഭവങ്ങളില്ല. മറ്റ് രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങളും ആവശ്യമാണ്. മറ്റ് രാജ്യങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. ഇങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓപ്ഷൻ ആഫ്രിക്കൻ ഭൂഖണ്ഡമായിരുന്നു. കാരണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ സാമ്രാജ്യമോ വലിയ ആധിപത്യമോ ഇല്ല. അവരെ ഉപയോഗിച്ച് അമേരിക്ക ഇപ്പോൾ ചെയ്തത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പല രാജ്യങ്ങളെ സഹായിക്കണം എന്ന പേരിൽ ആ രാജ്യങ്ങളുമായി ചർച്ച നടത്തി, ആ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ തുടങ്ങി. എന്നാൽ ആ സ്ഥലത്ത് അമേരിക്ക നടത്തുന്ന കച്ചവടം മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ 100 രൂപയുടെ സാധനത്തിന് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അതിന്റെ 1/3 മാത്രമാണ് കൊടുത്തത്. ഞാനിതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അമേരിക്ക എത്രമാത്രം വിഭവങ്ങൾ എടുത്തിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അവർ എത്രമാത്രം ധാതു വിഭവങ്ങൾ എടുത്തിട്ടുണ്ടാകും? നിങ്ങൾ എത്ര വിചാരിച്ചാലും അതൊരു ചെറിയ അളവ് മാത്രമായിരിക്കും. ശരാശരി ഒരു വർഷത്തിൽ 37 ട്രില്യണിലധികം, ഞാൻ പറയുന്നത് US ഡോളറിനെ കുറിച്ചാണ്, 37 ട്രില്യൺ ഡോളറിലധികം മൂല്യമുള്ള ചരക്കുകളെ കുറിച്ചാണ് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അമേരിക്ക മാത്രം എടുത്തത്. എന്നാൽ അവർ അതിന് 1/3 തുക മാത്രമേ കൊടുത്തുള്ളൂ. ഈ സാഹചര്യത്തിൽ സോവിയറ്റ് റഷ്യയുടെ കാലത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ റഷ്യയും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആ ഒരു സമയത്ത് റഷ്യക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. കാരണം ഇതിനകം തന്നെ അമേരിക്ക അവിടെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക പറയുന്നത് അവിടെയുള്ള മിക്ക രാജ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. ഇതിനിടയിൽ സോവിയറ്റ് റഷ്യ വീണു. സോവിയറ്റ് റഷ്യയുടെ പതനത്തിനു ശേഷം റഷ്യ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നു. പുടിന്റെ നേതൃത്വത്തിൽ പുതിയൊരു രാജ്യം രൂപീകരിക്കപ്പെടുന്നു. ഇതിനുശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡവും ഇന്നത്തെ റഷ്യയും തമ്മിൽ നിരവധി കരാറുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആളുകൾ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചത്, നമ്മുടെ ചരക്കുകൾ, തുറന്നു പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ജനങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതിന് ശരിയായ വിലയും നൽകുന്നില്ല. പകരം അവയെ സഹായിക്കണം എന്ന പേരിൽ നൽകേണ്ട പണവും നൽകാതെ അളവിൽ കുറവാണ് നൽകുന്നത്. അവർ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഇങ്ങനെ വിട്ടാൽ നമ്മുടെ ഭൂഖണ്ഡം തന്നെ ഇല്ലാതാകും. നമ്മുടെ സാധനങ്ങളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ഓരോ രാജ്യവും പുറത്തേക്ക് വരാൻ തുടങ്ങി. പാശ്ചാത്യ രാജ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ പല രാജ്യങ്ങളും റഷ്യയുമായി ചങ്ങാത്തം നടത്താൻ തുടങ്ങി. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാരണം പ്രകൃതി വിഭവങ്ങൾ എടുത്തത് മാത്രമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഒരു പൊന്മുട്ടയിടുന്ന താറാവായി മാത്രമാണ് കണ്ടത്. പകരം അവിടെയുള്ള ആളുകളെ ബഹുമാനിക്കാൻ ആർക്കും അറിയില്ല. അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായത് ചെയ്യാൻ ആർക്കും അറിയില്ല. ഒരു പാശ്ചാത്യ രാജ്യവും അങ്ങനെ ചിന്തിച്ചില്ല. ഇതിനിടയിൽ വെള്ളയും കറുപ്പും തമ്മിലുള്ള പ്രശ്നം വളരെ വലുതായി മാറിയപ്പോൾ റഷ്യ എല്ലാവരോടും സമത്വം കാണിച്ചു. ഇപ്പോ പലരും ചോദിക്കാം, അമേരിക്ക അവരെ തുല്യമായി പരിഗണിച്ചില്ലേ എന്ന്. ഇപ്പോഴും പല അമേരിക്കക്കാരും കറുത്തവരെ വെറുക്കുന്നുണ്ട്.
അവരിൽ പലരും അവരെ മനുഷ്യരായി പോലും കാണുന്നില്ല. ഈ വെള്ളക്കാർക്ക് എപ്പോഴും ഒരു അഹംഭാവമുണ്ട്. തങ്ങൾ ശ്രേഷ്ഠരാണ്, തങ്ങൾ എല്ലാറ്റിലും മുകളിലാണ്. അവരെക്കാട്ടിലും നിറം കുറഞ്ഞവരെ എപ്പോഴും അവജ്ഞതയോട് മാത്രമാണ് അവർ കണ്ടത്. ഈ ഒരു മനോഭാവം ഒരു ആഫ്രിക്കൻ ജനതയ്ക്കും ഇഷ്ടമല്ല. അങ്ങനെ നമ്മെ പിന്തുണയ്ക്കാൻ ആരാണോ ഉള്ളത്, നമ്മൾ അവരുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ആദ്യം റഷ്യയോടും ചൈനയോടും സഹായം ചോദിക്കുന്നു. ആ രാജ്യങ്ങളും അവരെ സഹായിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിന് ശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ജനങ്ങൾ പാശ്ചാത്യ രാജ്യം ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടതില്ല എന്നും പറഞ്ഞു. ഞങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമില്ല. കാരണം കോവിഡ് കാലത്ത് പോലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് കാര്യമായ സഹായം ചെയ്യാൻ അവരെ കൊണ്ടായില്ല. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു, പക്ഷെ ആരും അത് ചെയ്തില്ല. അവരെ പുറത്താക്കാൻ പല പ്രശ്നം അവിടെ ഉണ്ടാക്കി. നൈജീരിയയിലായാലും ബുർക്കിനഫാസോയിലായാലും ഇതെല്ലാം അമേരിക്കയ്ക്ക് എതിരെയാക്കി മാറ്റി. ആദ്യം ഫ്രാൻസിനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും പുറത്താക്കുന്നു. കാരണം ഫ്രാൻസിന്റെ അഭിപ്രായത്തിൽ യുറേനിയം കൂടുതൽ ഖനനം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതിനാൽ അവരത് ഖനനം ചെയ്ത് എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അതിനായിട്ടുള്ള കൃത്യമായ തുക ഫ്രാൻസ് ഇതുവരെയും നൽകിയില്ല. അടുത്തത് അമേരിക്കയുടെ പ്രശ്നമാണ്. നൈജറിൽ 2013 മുതൽ അമേരിക്കയുടെ സൈനികർ നിലകൊള്ളുന്നുണ്ട്. IS-നെതിരെ നടക്കുന്ന ആക്രമണത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സുരക്ഷ നൽകുന്നു എന്ന പേരിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ നൈജറിലുണ്ട്. അവരെ പിന്തുണയ്ക്കാൻ നൈജർ വിമാനത്താവളത്തിൽ എയർബേസ് നിർമ്മിച്ചിട്ടുണ്ട്. 2016 മുതൽ ഇത് പ്രവർത്തനക്ഷമമാണ്. ഈ ഒരു എയർബേസിൽ ആയിരക്കണക്കിന് സൈനികർ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൈജർ സർക്കാർ തീരുമാനിച്ചത് തങ്ങൾക്ക് അമേരിക്കയുടെ സൈനികരെ ആവശ്യമില്ല എന്നാണ്. അമേരിക്കൻ പട്ടാളക്കാർ ഈ സ്ഥലം വിടണം. ഇക്കാര്യം അമേരിക്കയോട് നേരിട്ട് പറയുകയും ചെയ്തു. അമേരിക്കയും ഇപ്പോൾ അവരെ പിൻവലിക്കാണ് നോക്കുന്നത്. എന്നാൽ ആ തീയതി ഇതുവരെയും സ്ഥിരീകരിച്ചില്ല. എന്നാൽ അമേരിക്കൻ പട്ടാളക്കാർ പോകുന്ന ആ ഒരു വിടവ് നികത്താൻ റഷ്യയുടെ സഹായത്തോടെ റഷ്യൻ പട്ടാളക്കാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പോൾ 150-ലധികം റഷ്യൻ സൈനികരും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും ഒരേ എയർബേസിലാണുള്ളത്. പക്ഷേ രണ്ടുപേർക്കും വെവ്വേറെ എയർബേസുകൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ടിടത്തും എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകാമെന്ന സാഹചര്യത്തിലാണ്. കാരണം ഇതുപോലൊരു സംഭവം സിറിയയിൽ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. സിറിയയിൽ റഷ്യൻ സൈനികരും അമേരിക്കൻ സൈനികരും ഒരേ വ്യോമതാവളം പങ്കിടുമ്പോൾ അവർക്കിടയിൽ ക്രോസ് ഫയറിംഗ് നടന്നു. ആ ഒരു ചരിത്രം വ്യത്യസ്തമാണ്. അതിനാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നതിന് മുൻപ് അമേരിക്കക്കാർ അവരുടെ സൈനികരെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നേരിട്ട് റഷ്യ വേഴ്സസ് അമേരിക്ക എന്നൊരു പ്രശ്നം ഉണ്ടാകാൻ ഇത് തന്നെ ഒരു തുടക്കമായി മാറും. ഇപ്പോൾ എയർബേസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിച്ച് 5-6 വർഷം കഷ്ടപ്പെട്ടാണ് ഈ ഒരു എയർബേസ് നിർമ്മിച്ചത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എയർബേസ് പ്രധാന കേന്ദ്രമാണ്. ഈ സ്ഥലത്ത് നിന്നാണ് അവരുടെ ലോജിസ്റ്റിക്സ് അടുത്തുള്ള മറ്റ് എയർബേസുകളിലേക്ക് പോകുന്നത്. അതുകൂടാതെ 10-15 സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എയർബേസുകൾ ആഫ്രിക്കയിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട്. എന്തിന് നമ്മുടെ ഇന്ത്യക്ക് പോലും ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 2 പ്രധാന എയർബേസ് ഉണ്ട്. അതുപോലെ റഷ്യയ്ക്കും എയർബേസുകളുണ്ട്. ഇപ്പോൾ അമേരിക്ക ഒരു പ്രശ്നം നേരിടുന്നത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ഫ്രാൻസിന്റെ ധാരാളം എയർബേസുകളും ഒഴിയേണ്ടി വരും. ഏത് പ്രശ്നമെടുത്താലും അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകുമല്ലോ. അതുപോലെ അമേരിക്കയും ഫ്രാൻസും ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം വിട്ടു പോകുമ്പോൾ ഒരു തുടക്കം എന്ന വണ്ണം ചില പോരാട്ടങ്ങൾ നടക്കും. ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറയാൻ തുടങ്ങും. നമുക്കത് കാണാനും കഴിയും. തീർച്ചയായും അത് സംഭവിക്കും. പക്ഷേ നിങ്ങളിപ്പോ ചോദിക്കാം, അമേരിക്ക അത്ര പെട്ടെന്ന് ഇതൊക്കെ ഉപേക്ഷിച്ചു പോകുമോ എന്ന്. അവർ ചെയ്യില്ല. അടുത്തതായി ഒരു പക്ഷേ ഒരു ആഭ്യന്തര കലാപം ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക ആസൂത്രണം ചെയ്തേക്കാം. അതിനായി ധാരാളം അവസരങ്ങളുമുണ്ട്. നിങ്ങൾ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം. അമേരിക്കയുടെ താല്പര്യങ്ങളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അത് തടയാൻ ഞാൻ വരാം എന്ന വണ്ണം അകത്തേക്ക് കയറും. അങ്ങനെ ഒരു പ്രശ്നം വരാതിരുന്നാൽ അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും. കാരണം അവിടെ ഇതിനകം റഷ്യയുണ്ട്. ഈ ഒരു പ്രശ്നം തീർച്ചയായും മറ്റൊരു ദിശയിലേക്ക് പോകും. ഈ ഒരു വീഡിയോയിലെ അവസാനം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇത്ര വലിയ സമ്പന്ന രാജ്യമാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്ര വലിയ ക്ഷാമം നിറഞ്ഞ സ്ഥലമായി മാറി? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.